ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫുൾ ഡേ ബിസി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട്, അതായത് ഞാൻ മാത്രമല്ല, ഞാനും മക്കളും വീട്ടിലെല്ലാവരും കൂടി അങ്ങനെ വീട്ടിലെ കുറേയധികം ജോലികൾ ചെയ്തു തീർക്കുന്നു എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമയം 8 മണിയായി. ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ എഴുന്നേറ്റു. ഇസിയും റോസും വേഗം എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, അവരെ പോലെ 2 കുട്ടികൾ ഇവിടെ ബെഡും ഇരിക്കുന്നുണ്ട്. ഈ ഡോളിന് വേണ്ടിയിട്ട്, ഈ 2 ഡോളുകൾക്ക് വേണ്ടിയിട്ടുള്ള റൂം ഉണ്ടാക്കലും അതിൻ്റെ ഡെക്കറേഷനും റൂം മേക്ക് ഓവറും ഇതൊക്കെയാണ് അവരുടെ മെയിൻ പരിപാടി. ഭയങ്കര ക്രേസാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതാണ് ജോരടിച്ചിരിക്കുന്നത്. അപ്പോൾ റൂമിലാണെങ്കിൽ പേപ്പർ മുഴുവൻ വെട്ടിയിട്ടിട്ടും കാർഡ്ബോർഡ് വെട്ടിയിട്ടിട്ടും അത് മുഴുവൻ അല്ലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ബെഡ്റൂമും ബാത്റൂമും ഇനി എത്രയൊക്കെ റൂം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലോ സ്ഥലമില്ല, അതിനിടക്കൂടെ ഇവരുടെ ഡോളുകളുടെ റൂമും കൂടി ആകുമ്പോൾ ഒന്നും കൂടി വീട്ടിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാവും കുറേ ടോയ്സ്. പക്ഷേ ഞാൻ ടോയ്സ് എടുത്ത് കളിക്കുമ്പോൾ ഞാൻ ചീത്ത പറയാറില്ല, അല്ലെങ്കിൽ അവർ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അലങ്കോലമൊക്കെ ആയാലും അത്രയും നേരം ഒരു ഫോൺ എടുക്കാതെ കുറേ നേരമൊക്കെ കളിച്ചിരിക്കുമല്ലോ. പക്ഷേ ഇസ് ഇവിടെ ഷോർട്ട് ഫിലിം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ ഡോളിനൊക്കെ വെച്ചിട്ട് എന്തോ അവൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. എന്നിരുന്നാലും ആ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കുറേ ടൈം അവരങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞാൻ 8 മണിയായപ്പോൾ എഴുന്നേറ്റ് തന്നെ അപ്പോൾ ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പുട്ടും പഴമാണ്. ഏറ്റവും ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പുട്ട്, പഴം, അല്ലെങ്കിൽ ഉപ്പുമാവ് പഴം, അല്ലെങ്കിൽ ഉപ്പുമാവും എന്തെങ്കിലും കറി. അതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ ഇത്തിരി പ്ലാനിങ് ഒക്കെ ചെയ്ത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബിസിയായി പോയി. എൻ്റെ കാര്യം വീട്ടിലെ കാര്യങ്ങൾ അതിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത്, വീഡിയോ ചെയ്യാൻ പറ്റാത്തതൊക്കെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ഇടവക ദിനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് ഞങ്ങൾ അവതരിപ്പിച്ചൊരു ടാബ്ലോ. അപ്പോൾ ടാബ്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്റ്റാച്യു പോലെ എല്ലാവരും ഇങ്ങനെ നിൽക്കും. അന്നേരം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഡയലോഗ് പറയും, അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാനും അതിൻ്റെ ഡബ്ബിങ്ങിനും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയുള്ള പ്രോപ്പർ ഡ്രസ്സ് അറേഞ്ച്മെൻറ്റ്, അങ്ങനെ കുറേ ജോലികൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ടി പ്രിപ്പറേഷന് വേണ്ടിയിട്ടുണ്ട് ഞാൻ ഒരു മാസത്തോളം അതിന് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ബിസി വെക്കേഷൻ ആയപ്പോൾ എനിക്ക് വന്നുപെട്ടത്. എന്നിരുന്നാലും നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും ഒന്നിച്ച് ചെയ്തപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇസയും റോസും ഇതിലേതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയണം. ഓക്കെ, ഇതിലേതാണ് ഇസയും റോസും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. കൊച്ചിലെ മുതൽ വലിയതായിട്ട് വരുള്ള ലൈഫ് പോലെ കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞ് നേരം പോയി അറിഞ്ഞില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളായിട്ടും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. രാവിലത്തെ ഇസയും റോസും ഒക്കെ ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേറ്റിരിക്കുന്നത് കേട്ടോ. അവർ എഴുന്നേറ്റത് 9 മണിക്ക് എന്തോ ആണ്. അതിട്ട് എഴുന്നേറ്റ് പാടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. കുറേ ദിവസമൊക്കെ നേരത്തെ എഴുന്നേപ്പിച്ചു, പിന്നെ വീണ്ടും പഴയ പോലെ തന്നെയായി. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് നല്ല നൈറ്റ് വെയർ എന്ന് പറയാൻ പറ്റില്ല, വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് പൈജാമ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷൈവേ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന്. ഞാൻ മുൻപും അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, വളരെ നല്ല ക്വാളിറ്റിയാണ്. ഞാനിത് പലതവണ വാഷ് ചെയ്തിട്ട് കളർ എന്താ പറയുക ഫെയ്ഡായി പോകും, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നല്ല കംഫർട്ടബിൾ സൂപ്പർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മോഡൽ ഇപ്പം ഞാൻ ഫോട്ടോ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ മോഡൽ ഇത് പൈജാമ സെറ്റാണ്, ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻറ്റും വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പാൻറ്റ്, ബ്രൗൺ പാൻറ്റാണ് വരണം. ഇതിൻ്റെ തന്നെ 3 കളർ ഉണ്ട്. എൻ്റെ 2 കളർ ഓൾറെഡി ഉണ്ട്, പീച്ചും ബ്ലൂവും. പിന്നെ ഞാൻ ബ്രൗൺ ആണ് ഇപ്പോൾ എടുത്തത്. 3ാമത്തെ കളർ വേരിയേഷനാണ് വരുന്നത്. ഇതിൽ സൈസ് വന്നിട്ട് ഞാൻ എടുത്തത് ലാർജ് എന്ന് പറയുന്ന സൈസാണ്. സൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഭയങ്കര പെർഫെക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല നീറ്റ് ലുക്കാണ് ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ്, കോട്ടൺ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആണ്, സ്ട്രെച്ചബിൾ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് ഒരു നൈറ്റ് വെയർ. ഇതിന്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഞാനിത് എന്താ പറയുക ട്രൈ ഓൺ ചെയ്തിട്ടും വാഷ് ചെയ്ത ശേഷമുള്ള റിവ്യൂ പറയാം. 2-3 തവണ വാഷ് ചെയ്തു, ഒരു കംപ്ലൈൻസും ഇല്ല. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ഇതുപോലത്തെ തന്നെ പൈജാമ സെറ്റാണ്. നേരത്തെ കാണിച്ചത് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഇതിന് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് ആഷ് ഒരു കോമ്പിനേഷനിലാണ് വരണേ. ഇത് കണ്ടില്ല, കഴുത്തൊക്കെ നല്ല കയറിയിട്ടാട്ടോ, കുറേ ഇറങ്ങിയിട്ടൊന്നല്ല. അതേ ഇനി സ്ലീവ്സ് വന്നിട്ട് ചെറിയ സ്ലീവ്സ്, ഇത്ര 3 സ്ലീവ്സാണ് വന്നിട്ടുള്ളത്. ഇതും അതെ നല്ല അത്യാവശ്യം നല്ല ലൂസാണ്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്തൊരു സൈസാണ് ഇങ്ങനത്തെ ഈ പറഞ്ഞ പൈജാമ സെറ്റ് വരുമ്പോൾ എടുക്കാറ്. മീഡിയം ആണ് എനിക്ക് ശരിക്കും വേണ്ടത്, പക്ഷെ ലാർജ് എടുത്താലും എനിക്കത് പാകാവും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് എടുക്കാറ്. കാരണം എനിക്ക് അത്രയും ഇത്തിരി ലൂസായിട്ട് വീട്ടിൽ അങ്ങനെ ഇടുന്ന ഡ്രസ്സുകൾ അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ മാച്ചായിട്ട് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്, സെയിം പ്ലെയിൻ ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിത് വേറെ പൈജാമ സെറ്റിൻ്റെ കൂടി പെയർ ചെയ്യാം, കാരണം ഇത് പ്ലെയിൻ ആയതുകൊണ്ട്. ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ കെട്ടാനായിട്ട് ചരടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കെട്ടിയിട്ട് വെക്കാം. അതുപോലെ തന്നെ കറക്റ്റ് സൈസിങ് ആണ്, നിങ്ങൾ അതിൽ സൈസ് നോക്കി എടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും.
ഇനി അടുത്ത നൈറ്റ് വെയർ വന്നിട്ട് ഇതൊരു ഷോർട്ട്സും ടീഷർട്ടും കൂടിയുള്ള സെറ്റാണ് വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള പേർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കളർ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. പേർപ്പിളിന് ഇവിടെ ഒരു റോസ് കളർ ഇവിടെ ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതും ചെറിയ സ്ലീവാണ്. കഴുത്തത് ഇങ്ങനത്തെ റൗണ്ട് കഴുത്താണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഷോർട്സ് വന്നിട്ട് ഇങ്ങനത്തെ ഷോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പോക്കറ്റൊക്കെ ഉണ്ട്. ഇതിന് റോസ് കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത്ര ലെങ്ത് ഉള്ളൂ. നമുക്ക് വീട്ടിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ കിടക്കാൻ സമയത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് പ്രത്യേകിച്ച് ചൂട് സമയത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഷൈവേ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പൈജാമ സെറ്റ് മാത്രമല്ല കേട്ടോ, ലേഡീസിനുള്ള ലോഞ്ചറിയുടെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലോഞ്ചറിയുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സൈസ് കാൽക്കുലേറ്ററും കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കൃത്യമായി നമ്മുടെ സൈസ് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് ലോഞ്ചറി സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏത് ഡ്രസ്സിനും മാച്ചിങ് ആയിട്ട് അത് വരുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ഡ്രസ്സിന്റെ കാര്യം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഈ പറഞ്ഞ പോലെ ലോഞ്ചറിയുടെ കാര്യത്തിൽ പലരും ഇങ്ങനെ അശ്രദ്ധയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിന്റെ സൈസ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ അളവിൽ കണ്ടുപിടിക്കാനായിട്ട് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് മെഷർമെന്റ്സ് കൊടുത്താൽ കൃത്യമായിട്ട് ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു തരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഷൈവയുടെ വെബ്സൈറ്റിൽ ഒരുപാട് നല്ല ഓഫേഴ്സ് വരാറുണ്ട്. ഓരോ മാസവും പുതിയ പുതിയ ഓഫേഴ്സ് ആണ് വരുന്നത്. അതോടൊപ്പം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇതിൽ പ്രൊഡക്ട്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ May 10 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഓഫ്, അത് എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെബ്സൈറ്റിൽ നിന്ന് 10% ഓഫ് ചെയ്ത് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ട് നമുക്ക് പ്രൊഡക്ട്സ് ഈസി ആയിട്ട് കിട്ടും. എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി. ഓരോ സ്ഥലങ്ങളനുസരിച്ച് നമുക്ക് പ്രൊഡക്ട്സിന്റെ ഡെലിവറിയുടെ ടൈം വ്യത്യാസമായിട്ട് ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങാം. നല്ല പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു 3-4 വർഷമായിട്ട് ഷൈവയുടെ പൈജാമ സെറ്റൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയണത്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ തുണികളൊക്കെ വാഷ് ചെയ്തത് കൊണ്ടിടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇസയുടെ ഹെൽപ്പ് ഞാൻ ഇസയും റോസും അല്ലെങ്കിൽ ഞാനും റോസിന് പറ്റുന്ന പണികളെ കൊടുക്കുള്ളൂ. ഇസയ്ക്ക് ഇപ്പോൾ കുറച്ചും കൂടി വലുതായില്ലേ, 7th ആയി. അപ്പോൾ കുറച്ചും കൂടി ജോലികളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ ജോലി ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ക്ലീനിങ്ങും അങ്ങനത്തെ ഒക്കെ തുണികൾ മടക്കാൻ കുറേ ആയി. ഇങ്ങനെ ഫുൾ ഓർഡർ പോയിട്ട് എനിക്ക് പറയില്ലേ, ഒരു മോട്ടിവേഷനും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പല കൂട്ടുകാരും എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ചേച്ചി മോട്ടിവേഷന് വേണ്ടി വീഡിയോ ചെയ്യുന്നു. പക്ഷേ എൻ്റെ മോട്ടിവേഷനായി പോയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാണ് പതുക്കെ. അപ്പോൾ ഇസയും റോസ് ഇവിടെ ഡോളിനെ വെച്ചിട്ട് സൂപ്പർ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പണിയുടെ ഇടയിൽ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇവർ കളിക്കുന്നത് ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളിയാണ്. ബാർബികളൊക്കെ വെച്ചിട്ട് സൗണ്ടൊക്കെ മാറ്റി ഓരോ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ചെറുപ്പത്തിലേ എനിക്ക് ഇഷ്ടപ്പെട്ട കളിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പണി മുഴുവൻ ചിട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇവരുടെ കൂടെ വെറുതെ കളിച്ചിരിക്കുകയാണ് കേട്ടോ. Here's the book 101. I don't want your number. 101 called the police station. Call to the police station. 101. 101. Thank you. Hello. I want the macaroon and the juice. Sorry, it's police station. Oh, sorry. My number is this. Why do you keep the police station number? Just stupid girl. A new video from Blackpink. My name is not Ras. My name is Rosie. Sorry, Rosie. Can you song? Please see this. Kuchangimaga giga tanga tu na 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 tu. അപ്പോൾ ഇസയും റോസും കളിക്കുമ്പോൾ രണ്ടുപേർക്ക് രണ്ട് രീതിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും തല്ലുകൂട്ടാവും. ചില സമയത്താണെങ്കിൽ റോസിന് പെട്ടെന്ന് ബോറടിക്കും. അവൾക്ക് കണ്ടിന്യൂസ് ഒരു കളി ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, എന്ത് കാര്യമായാലും. പക്ഷേ ഈസയ്ക്ക് ആണെങ്കിൽ ഇപ്പോൾ ബാർബീനെ വെച്ച് കളിക്കുകയാണെങ്കിൽ അതിങ്ങനെ എത്ര നേരം ഇരുന്നിട്ട് അവളിരുന്നിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോളൂ. അപ്പോൾ റോസിന് ഇപ്പോൾ മടുത്തു. അപ്പോൾ റോസിനോട് ഞാൻ പറഞ്ഞാൽ കുറച്ച് നേരം ഡ്രോയിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പിക്ചർ വരയ്ക്കുന്നത്. ചിലപ്പോൾ അവൾ സ്വന്തമായിട്ട് അവളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെയാണ് കൂടുതൽ വരച്ച് വയ്ക്കാറ് കേട്ടോ. ഇന്ന് അവൾ എന്തോ പിക്ചർ നോക്കിയിട്ട് അവൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എപ്പോഴും ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ള വെറൈറ്റി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് എൻ്റെ സ്വഭാവം തന്നെ അവൾക്ക് കിട്ടിയിരിക്കണം എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് എപ്പോഴും അങ്ങനെയാണ്, വെറൈറ്റി കാര്യങ്ങൾ ഇങ്ങനെ ബോറിങ് പോലെ എനിക്ക് തോന്നാൻ പാടില്ല. ഓരോ ദിവസം സെയിം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എനിക്കും ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഇസ അങ്ങനെയല്ല. അവളിങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രദ്ധയോടെ ടൈം എടുത്ത് ഇങ്ങനെ മടുപ്പ് അവൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളെങ്ങനെയാണ്? വെറൈറ്റി കാര്യങ്ങൾ വേണോ, അല്ലെങ്കിൽ ഒരേ കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? അപ്പോൾ ഒരു പൂച്ചക്കുട്ടി കുറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഇവിടെ പൂച്ച അങ്ങനെയൊന്നും ഇല്ല.
ഇങ്ങനെ പോവാറുണ്ടെങ്കിലും ഈ പൂച്ച അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വന്ന് വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരിക്കുന്നു ഭയങ്കര സ്നേഹത്തിൽ. എന്താണെന്ന് അറിയില്ല. അപ്പം അമ്മാമ്മ ചോറൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയായി പൂച്ച ചോറൊക്കെ ഉണ്ണണ കണ്ടപ്പോൾ കേട്ടോ. അപ്പം ഞങ്ങൾ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന്, ചോറും മീൻകറി. അപ്പോൾ ഇത്തിരി മീൻകറിയും ചോറും കൂടിയിട്ട് നല്ല പൂച്ചക്കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടി ഹാപ്പിയായി, കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 11:30 കഴിഞ്ഞു. ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലോട്ട് വന്നു. അപ്പോൾ മുകളിൽ കുറച്ച് ഏരിയ, അതായത് വീടിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ ഒരുവിധം ഓർഗനൈസ് ചെയ്തൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്സ്റ്റെയറിൽ ഇതുപോലെ നമ്മൾ ഒരു നില വീടാണ്. അപ്സ്റ്റെയറിൽ കുറേയധികം ഈ കാർഡ്ബോർഡ് ഐറ്റംസ് അങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒതുക്കാതെ കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. കുറേ ആയി പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പണിയാണ്. അതായത് കിട്ടുന്ന ഇങ്ങനത്തെ ചവറ് മുഴുവൻ മുകളിൽ കൊണ്ട് ഇങ്ങനെ ഡമ്പാക്കുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ പലപ്പോഴും ഇവിടെ പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയിട്ടില്ല. ഒതുക്കിയൊക്കെ വെക്കുന്നല്ലാതെ പിന്നെയും അവിടെ ഡമ്പാവണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഒരുമിച്ച് ഇത് ഫുള്ളായിട്ടും ക്ലീൻ ആക്കുന്നുള്ളൊരു ചാലഞ്ച് പോലെ ഏറ്റെടുത്തിട്ട് ഞങ്ങളെല്ലാവരും മാസ്കൊക്കെ വെച്ച്, കാരണം നല്ല പൊടിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മുടെ എല്ലാവരെയും വീട്ടിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടായിരിക്കും, ഒരു സ്ഥലം, അതായത് കച്ചറയൊക്കെ കൊണ്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിലുള്ള വീടുകളാവുമ്പോൾ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പല ഐറ്റംസും, കാർഡ്ബോർഡ് പെട്ടികൾ, അങ്ങനെയുള്ള പല ബോട്ടിൽസ്, അങ്ങനെ പല സംഭവങ്ങളും. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ സാധാരണ നമ്മൾ ഡംപ് ചെയ്യാനായിട്ടൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അവിടെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാർഡ്ബോർഡ് പെട്ടികളും ഇതുപോലെയുള്ള ചില സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ മുകളിൽ കൊണ്ട് ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി, കാരണം ഒരാൾ വിചാരിച്ച് നടക്കുന്ന പണിയല്ല, കുറച്ച് നല്ല നേരത്തെ കുറച്ച്, അതായത് ഒരു 1 hour പണിയുള്ളൂ, 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ തീരണ പണിയുള്ളൂ. പക്ഷെ അത് ചെയ്യാനായിട്ട് നല്ല മോട്ടിവേഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാട്ടനും വന്നു, അപ്പോൾ ഈസിയും റോസും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചെയ്യാണ്. പക്ഷേ പൊടിയൊക്കെ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ സ്ലീവ്സ് യൂസ് ചെയ്യുക, കാരണം പൊടി പെട്ടെന്ന് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈമൊക്കെ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാസ്ക് മറക്കാതെ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് കുളിച്ച് വൃത്തിയാവുക പണി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഇങ്ങനെ പൊടി പിടിച്ച് അല്ലെങ്കിൽ വല്ലാതെ ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന സ്പേസുകൾ നമുക്ക് ഒതുക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതേ ഇവിടെ ഒതുക്കി ഏതാണ്ട് പറഞ്ഞ മാതിരി 1 മണിക്കൂറത്തെ പണിയുള്ളെങ്കിലും നമുക്ക് ഭയങ്കര ടയേർഡ് തോന്നുന്ന ഒരു പണിയാണ്, കാരണം കുറേയധികം കാര്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്സ്റ്റെയർ ഇവിടെ നമ്മൾ തുണികളൊക്കെ വാഷ് ചെയ്തിടുന്ന ഏരിയ ആണ് കേട്ടോ, ഈ സൈഡിൽ. പിന്നെ അവരുടെ കുറച്ച് ടോയ്സ് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അയൺ ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ അതിനുള്ള ടേബിൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് അങ്ങനെ വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് നമ്മൾ വിറക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ചേട്ടൻ നല്ല പണികളൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഒതുക്കി ക്ലീൻ ആക്കിയ ഏരിയ അതിൻ്റെ ഒരു കോർണറാണ് വന്നിട്ടുള്ളത്. കയറി ചെല്ലുന്ന ഒരു ഏരിയ ആണിത്, അവിടെയാണ് നമ്മൾ ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നല്ല രീതിക്ക് ടയേർഡായി. അപ്പോൾ നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായി ലഞ്ച് കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ലഞ്ച് കഴിച്ചത് കുറച്ച് ലേറ്റായി, 1:30 കഴിഞ്ഞു. ഇപ്പം മിക്ക ദിവസം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവർക്ക് മക്കൾക്ക് ക്ലാസ് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല റുട്ടീനാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അവർക്ക് ക്ലാസ് ഇല്ലാതെ ഈ വെക്കേഷൻ ആകുമ്പോൾ യാതൊരു റുട്ടീനും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ മൊമെൻറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യണം. ഫുൾ ടൈം റുട്ടീനായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പപ്പയും ചേട്ടനും റോസും ഒക്കെ അവിടെ കിടന്ന് ഉറങ്ങി വീട്ടിൽ കേട്ടോ. ഞാനും വിസയും കൂടി ഞങ്ങൾ തന്നെ ഒരു ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. തന്നെ ഷോപ്പിങ്ങിന് വന്നതല്ല, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ ചേട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞെന്തെങ്കിലും ഗിഫ്റ്റും കൂടി മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനും അവളും കൂടി പറഞ്ഞു നമുക്ക് 2 പേർക്കും കൂടി പോയിട്ട് ഇതൊക്കെ മേടിക്കാം. അപ്പോൾ അവളാണെങ്കിൽ ഞങ്ങൾ 2 പേരും ബെസ്റ്റ് ഫ്രണ്ട്സുമാരിയാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ മൂത്ത മക്കൾ വെച്ചാൽ നമ്മൾ അവളുടെ കൂടെ നിൽക്കുമ്പോൾ ഇപ്പോൾ അവൾ നമ്മുടെ ഒപ്പത്തിന് ഹൈറ്റൊക്കെ വെച്ച് നോക്കും. അപ്പോൾ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ പപ്പയുടെ ബർത്ത്ഡേയിൽ നമുക്ക് കുഞ്ഞെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് വീട്ടിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ടും ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ ചെയ്യണുള്ളൂ. അപ്പോൾ മരുന്നുകളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു അമ്മച്ചിക്ക്. അപ്പോൾ അത് മേടിക്കണം. അതൊക്കെ നമ്മുടെ എല്ലാ മാസത്തിലുള്ള സ്ഥിരമായ കുറേ ജോലികളാണ് അതൊക്കെ. അതുപോലെ ആ മാസത്തേക്കുള്ള ഗ്രോസറി ഐറ്റംസ് വാങ്ങുക, അങ്ങനെയുള്ളതൊക്കെ സ്ഥിരം ജോലികളാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കാര്യത്തിനായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് സ്വീറ്റ്സ് മേടിക്കണം. അങ്ങനെയൊക്കെ കുഞ്ഞൊരു സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വലിയ പാർട്ടി അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാനും അവളും കൂടിയാണ്. അപ്പോൾ അവൾ കൂടി ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൾ സാധനങ്ങളൊക്കെ ലിസ്റ്റ് എടുത്ത് കൊടുത്താൽ അവൾ കുറേ ഐറ്റംസൊക്കെ എനിക്ക് എടുത്ത് കൊണ്ട് തരും. അതുപോലെ ഇത് വേണോ അമ്മ, അതൊക്കെ വേണോ. അപ്പോൾ അവൾ അവിടെ ചെന്നപ്പോൾ സ്കൂൾ സപ്ലൈ ഐറ്റംസൊക്കെ കണ്ടപ്പോൾ അവൾക്കൊരു അട്രാക്ഷൻ, സ്കൂൾ സപ്ലൈ ഐറ്റംസൊക്കെ വാങ്ങണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അത്രയധികം ഒന്നും വേണ്ട. എന്നിരുന്നാലും നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സ്കൂൾ സപ്ലൈസിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ അതിൻ്റെയൊക്കെ പുതിയ കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, എന്താ വാങ്ങണേ, അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ
ഇനി നമുക്ക് ഗ്രോസറി ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങി, പിന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഫുഡ് വെക്കാനായിട്ട്, വീട്ടിലെന്തെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് വെക്കാനായിട്ട് അതിനുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വേറെ വലിയ ഇതൊന്നും കേക്കും അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേക്കൊന്നും കേക്കൊന്നും വാങ്ങാറില്ല. അങ്ങനെ സ്പെഷ്യൽ ബർത്ത്ഡേസ് ആണെങ്കിൽ ഇപ്പോൾ 30 വയസ്സ് അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ വാങ്ങും കേട്ടോ, അല്ലാത്തപ്പോൾ ഇതിനൊന്നും വാങ്ങണമെന്നില്ല. അപ്പോൾ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോരാൻ തോന്നും. കാരണം നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ പോലെയല്ല, തിരിച്ചു വന്നപ്പോഴേക്കും ഏതാണ്ട് മതിയായി പോലെയായി. കാരണം നല്ല ചൂടും നന്നായി വേർത്ത് നമ്മൾ ആകെ ഇതാവും. വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അത്രയും ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ക്ലൈമറ്റ് നമുക്ക് ചൂട് കൂടുമ്പോൾ തോന്നും മഴ വരണേന്ന് തോന്നും. മഴ അധികമാകുമ്പോൾ നമ്മൾ പറയും അയ്യോ മഴയൊന്ന് നിൽക്കണേ, ഒന്ന് ചെറിയ വെയിൽ വരണേന്ന്. അതാണ് അവസ്ഥ. എന്നിരുന്നാലും ഈ പ്രാവശ്യം നല്ല രീതിക്ക് ചൂടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, നല്ല ചൂടുണ്ടോ? അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ സമയം 3:30 ഒരു 1.5 മണിക്കൂറത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നു. പിന്നെ ഉച്ചനേരത്താണെങ്കിൽ നല്ല വെയിലുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് ഈ ടൈമിൻ്റെയാണ് കുറച്ച് ഇത്രമാത്രം ചൂട് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ വീട്ടിൽ വന്നു. ഇനി സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചെല്ലാം തന്നെ വെക്കണം. അപ്പോൾ ഈസി ആണെന്നുണ്ടെങ്കിൽ വന്ന പാടെ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ഒരു കുഞ്ഞ് സ്വിങ് മെഷീൻ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ ചേട്ടൻ ഉപയോഗിച്ചിരുന്നതാണ്. ചെറിയ ചെറിയ പണികൾക്കൊക്കെയാണ് ചേട്ടൻ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അത് എടുത്തത്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ ക്രാഫ്റ്റും അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ടൈലറിങ് പഠിക്കാനും ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അവൾ സ്വന്തമായിട്ട് ഡോളിനൊക്കെ ഡ്രസ്സൊക്കെ തയ്ക്കും, നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ സ്വിങ് മെഷീൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായി. അവൾ വലിയ സ്വിങ് മെഷീൻ നമ്മുടെ സ്വിങ് മെഷീനിൽ തയ്ക്കും. അവൾ കുറച്ച് അവൾക്ക് പറ്റുന്ന പോലെ ഒക്കെ തയ്ക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾ ഇതിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഈ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഡോളിന് വീട് ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ ഇത്രയും ദിവസം. ഇനി നാളെ മുതൽ ഈ ടൈലറിങ് മെഷീനായിരിക്കും അവളുടെ പരിപാടികൾ മുഴുവൻ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവൾ എന്തെങ്കിലും അതുമ്പോൾ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ അഭിപ്രായം പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് 5 മണി കഴിഞ്ഞപ്പോൾ സാധാരണ ചായ കുടിച്ച് കഴിഞ്ഞാൽ അവർ കളിക്കാനായിട്ട് പുറത്ത് പോകുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് അവർ വേഗം തന്നെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. കാരണം ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചേട്ടൻ പുറത്തോട്ട് പോയി നേരത്തെ വേഗം കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ കാർഡും പിന്നെ എന്തെങ്കിലും പേപ്പർ ക്രാഫ്റ്റൊക്കെയാണ് സാധാരണ അവർ ഉണ്ടാക്കാറ്. അപ്പോൾ ഇസ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയ്ക്ക് പെൻ നല്ല ഇഷ്ടമാണ്, പലതരം പെന്നുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ 2 പേർക്ക് ഓരോ പെൻ മേടിച്ചു കൊടുത്തു. അപ്പോൾ പപ്പയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ആഘോഷമൊന്നും ആവണമെന്നില്ല. കൊച്ചൊരു സെലിബ്രേഷൻ ആയാലും ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ എന്താ പറയുക സ്നേഹിക്കുന്നവർക്കൊക്കെ വളരെ സന്തോഷം തോന്നുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ എന്തായാലും മിസ് ദേ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്ന് വൈകിട്ടത്തെ അവരുടെ ക്രാഫ്റ്റൊക്കെ സാധാരണ എന്തെങ്കിലും ചെയ്യണതിന് പകരം ഇന്നത്തെ അവരുടെ മെയിൻ പരിപാടി ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിക്കറിൻ്റെ ഡോളുകളുണ്ട്. ആ ഡോളിന് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഡിസൈനുള്ള ഡോളുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ്യൂമും നമുക്ക് ഡിസൈൻ ചെയ്യാം. ക്ലിയർ ആണ്. അതുകൊണ്ട് നമുക്കിത് പേപ്പർമ മാത്രമല്ല, നമുക്ക് വേറെയും പ്ലാസ്റ്റിക് ഓർഗനൈസേഴ്സുമേയും അല്ലെങ്കിൽ മഗ്ഗോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും കാണാനായിട്ട്, നല്ല ക്യൂട്ടുമാണ്. കുറച്ച് വിലയുണ്ട്, പക്ഷെ നമുക്ക് അത്രയും നല്ല സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ചെറിയൊരു ഐറ്റം ആയാലും നമ്മൾ പേപ്പർ കൊണ്ടായാലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുമ്പോൾ അത് കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻവലപ്പ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പാക്ക് ചെയ്യണേ. അപ്പോൾ സമയം ഇപ്പോൾ 6:30 ഏതാണ്ട് ഇസയുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റോസുവിൻ്റെ ദേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് ഇനിയും കുറച്ച് എന്തൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അവൾ ദേ വരച്ച പടവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അവൾ ദേ ഇതൊക്കെ റാപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഇന്ന് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മോട്ടിവേഷനൊക്കെ കിട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. മടിയൊക്കെ മാറി നല്ല എനർജിയൊക്കെ കിട്ടട്ടെ. അപ്പോൾ ടൈമിംഗ് കുറച്ചും കൂടി മാനേജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.